Hallelujah. I greet you all in the Master's name of our Lord and Savior Jesus Christ this evening time. It's a great privilege in our lives to gather in the presence of God this evening time to bless the name of the Lord and also to go through the book of Revelation that which will give us more understanding about what is going to happen in the future days. So this evening time, I especially pray for each and everyone, those who are gathered and those who have joined for this Bible study. May the Lord bless you all. And we know that in the last class we just started to learn from book of Revelation chapter 9. ഒമ്പതാമത്തെ അധ്യായത്തിൽ നിന്നാണ് ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങിയത്. At the same time, I would like to summarize some of the important points that we already discussed last week before we move into the next portion, because I think that will help you to understand what are we going to study tonight. ഇപ്പോൾ അത് സ്ക്രീൻ ഷെയറിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചതായിരിക്കുന്ന ഭാഗമാണ്, എങ്കിലും ഒന്നും കൂടെ എടുത്തു പറഞ്ഞ ശേഷം അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അല്പം കൂടെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതായിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമാകാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതൊന്നും കൂടെ ഒന്ന് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സോ സ്ക്രീൻ ഷെയറിംഗ് ദാറ്റ് സ്ലൈഡ് which we already went through in the last class. And now last week we began the study of this portion after reading Revelation chapter 8 verse 13. After reading Revelation chapter 8 verse 13. So first of all, let us read that verse one more time. Then we will very quickly go through those verses and Yes, Jandy. അനന്തരം ഒരു കഴുക് ഇനി കാഹളം ഊതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. As I watched, I heard an eagle that was flying in mid-air call out in loud voice, "Woe, woe, woe to the inhabitants of the earth, because of the trumpet blast about to be sounded by the other 3 angels." Okay, so the first thing that we need to understand is the 3 woes which is mentioned in Revelation chapter 8 verse 13. Revelation 8-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ 3 പ്രാവശ്യമാണ് കഷ്ടം 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 എന്നുള്ളതായിരിക്കുന്ന പദം ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നത്. അതിനകത്തു നിന്നും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഏതെല്ലാം വിധത്തിലുള്ളതായിരിക്കുന്ന കഷ്ടങ്ങളാണ് അവർക്കുണ്ടായത്, അല്ലെങ്കിൽ ഏതെല്ലാം വിധത്തിലാണ് അവർ ആ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാനിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തയാണ്. സോ വി നോ ദാറ്റ് ദ ഫസ്റ്റ് വോ, അല്ലെങ്കിൽ ഒന്നാമത്തെ കഷ്ടം എന്ന് പറയുന്നത് 5th ട്രംപറ്റ് ബ്ലോ ചെയ്യുമ്പോഴാണ്. ആദ്യത്തെ എന്താണ്? 5ാമത്തെ കാഹളം ഊതുമ്പോൾ ഉണ്ടാകാൻ പോകുന്നതായിരിക്കുന്ന കഷ്ടത്തെക്കുറിച്ചാണ് റെവലേഷൻ ചാപ്റ്റർ 9 വേഴ്സസ് 1 to 12 പറയുന്നത്. എന്നാൽ വാട്ട് ഈസ് ദ സെക്കൻഡ് വോ? രണ്ടാമതായിട്ട് വരാൻ പോകുന്നതായിരിക്കുന്ന കഷ്ടത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വെൻ ദി ഏഞ്ചൽ ബ്ലോ ദി 6th ട്രംപറ്റ്, 6ാമത്തെ കാഹളം ഊതുമ്പോൾ സംഭവിക്കാൻ പോകുന്നതായിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് റെവലേഷൻ ചാപ്റ്റർ 9 വേഴ്സസ് 13 through 21 നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ദ തേർഡ് വോ ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ 7th trumpet. In 7th trumpet, like in Revelation chapter 11 verses 15 through 19. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 19 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിലാണ് 3ാമത്തെ കഷ്ടത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നത്. സോ this is the base of the things that which we are learning these days. ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ വിഷയങ്ങൾ പ്രധാനമായിട്ടും ഗ്രേറ്റ് ട്രിബുലേഷൻ ടൈമിൽ സംഭവിക്കാൻ പോകുന്നതായിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ കഷ്ടതകളെക്കുറിച്ചാണ്. ആ കഷ്ടതകളെക്കുറിച്ചാണ് ഈ 3 പ്രാവശ്യം ചാപ്റ്റർ 8 വേഴ്സ് 13 പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഓൾസോ റീഡ് ചാപ്റ്റർ 9 വേഴ്സ് 12. Andy. Chapter 9 verse 12. The first woe is past, 2 other woes are yet to come. കഷ്ടം 1 കഴിഞ്ഞു, ഇനി 2 കഷ്ടം പിന്നാലെ വരുന്നു. ഓക്കെ, കഷ്ടം 1 കഴിഞ്ഞു, ഇനി 2 കഷ്ടം പിന്നാലെ വരുന്നു. അപ്പോൾ 1ാമത്തത് കഴിഞ്ഞു എന്നും ഇനി അടുത്തത് വരാനിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാനായിട്ട്
സാധിക്കുന്നത്. ആൻഡ് ഓൾസോ ഇൻ ദ നെക്സ്റ്റ് വൺ, ഇൻ ദിസ് നെക്സ്റ്റ് സ്ലൈഡ്, we see the desolation from the satanic army, because in Revelation chapter 9 verses 1 to 11, basically we know that there is a satanic army which is coming out of the bottomless pit. Okay, so particularly in verse 1, chapter 9 verse 1, we read the fallen star holding the key of bottomless pit. അതായത് എന്താണ്, അഗാധ കൂപത്തിൻ്റെ താക്കോൽ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോളൻ സ്റ്റാറിനെ, അല്ലെങ്കിൽ വീഴ്ത്തപ്പെട്ടതായിരിക്കുന്ന, വീണ് പോയതായിരിക്കുന്ന ഒരു സ്റ്റാറിനെ, ഒരു നക്ഷത്രത്തെയാണ് നമ്മളവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് വി സോ ദാറ്റ് ദ സ്റ്റാർ ഫോളൻ ഫ്രം ഹെവൻ ഈസ് ദ ഫോളൻ ഏഞ്ചൽ which is Lucifer, according to Isaiah chapter 14 verse 12. And also we read about the bottomless pit in Luke chapter 8 verse 31, and we know that in Revelation chapter 20 verses 1 to 3, this is the temporary jail of Satan. Okay, so this is the point. And the next one, next slide, we saw that out of the bottomless pit, you know, what all the things are coming. എന്താണ്, ഈ അഗാധ കൂപത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നത് എന്തായിട്ടാണ് യോഹന്നാൻ കാണുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, സ്മോക്ക് കംസ് ഓഫ് ദ ഗ്രേറ്റ് ഫർണസ്. ഒരു വലിയ തീച്ചൂളയിൽ നിന്നും പുറത്തേക്ക് വരുന്നതായിരിക്കുന്ന എന്താണ്, പുകപടലങ്ങളെ കൊണ്ടാണ് താൻ കാണുന്നത്. ഒരു വലിയൊരു പുകപടലം വരുന്നതായിട്ട് കാണുന്നു. ദെൻ സൺ ആൻഡ് ദി എയർ ബിക്കം ഡാർക്കൻഡ്. സൂര്യനും ആകാശമണ്ഡലവും മൊത്തത്തിൽ ഈ വളരെ ഇരുട്ടുള്ളതായിട്ട് മാറുന്നു. ദ ലോക്കസ്റ്റ് ലൈക്ക് ആൻ ആർമി ഓഫ് ഡിമൻസ്. അതായത് ഒരു സാത്താന ശക്തിയുടെ ഒരു ആർമി ആയിട്ട് ആമേൻ ഈ വെട്ടിക്കിളികൾ ഇങ്ങനെ പറന്നു വരുന്നതായിട്ട് കാണുന്നു. ആൻഡ് ഓൾസോ വി നോ ഇൻ എക്സോഡസ് ചാപ്റ്റർ 10 വി റീഡ് അബൌട്ട് ലോക്കസ്റ്റ്. അതായത് പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ ഓൾറെഡി നമ്മൾ കാണുന്നുണ്ട്, ആമേൻ ലിറ്ററലി അവിടെ ഇറങ്ങി വന്നതായിരിക്കുന്ന ലോക്കസ്റ്റിനെ കുറിച്ച്. കർത്താവ് ആമേൻ ഈജിപ്തിനെ സന്ദർശിക്കുമ്പോൾ, ഈജിപ്തിൻ്റെ നേരെ പ്ലാഗ്സിനെ അയക്കുമ്പോൾ നമ്മളവിടെ കാണുന്ന ഒരു കാഴ്ചയാണ് ലിറ്ററലി ലോക്കസ്റ്റ് വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ് വി സോ ദാറ്റ് ലോക്കസ്റ്റ് ഈസ് ദ സിംബൽ ഓഫ് പവർഫുൾ എനിമീസ് ആൻഡ് ഡിസ്ട്രക്ഷൻ. ഈ വെട്ടുക്കിളികൾ എന്ന് പറയുന്നത് ബൈബിളിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ആമേൻ ഒരു ഡിസ്ട്രക്ഷനെ കാണിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു നാശത്തെ കാണിക്കാനായിട്ട്, ആമേൻ ഒരു സർവനാശത്തെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലോക്കസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ സിംബൽ ഓഫ് പവർഫുൾ എനിമീസ് ആണ്. വളരെ ശക്തന്മാരായിട്ടുള്ള ശത്രുക്കളെ കാണിക്കാൻ വേണ്ടിയാണ് ലോക്കസ്റ്റിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് സ്പെസിഫിക്കലി the locust which is mentioned here in this particular chapter of book of Revelation, it says that locust has power like a scorpion. തേളിനെ പോലെ ഉള്ളതായിരിക്കുന്ന ശക്തിയുള്ള ഒരു ലോക്കസ്റ്റിയാണ് അവിടെ കാണുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് വാസ് നോട്ട് ടു ഹർട്ട് ദ ഗ്രാസ്, ട്രീസ് ആൻഡ് ഗ്രീൻ തിങ്സ്. പച്ചയായിട്ടുള്ള യാതൊന്നിനെയും വെജിറ്റേഷനെ ഒന്നും തൊടരുത് ആമേൻ എന്ന് അവരോട് പറയുന്നതായിട്ടൊരു കമാൻഡ് കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നു. And also only to hurt the men who have no seal of God on their forehead. അതായത് നെറ്റിമേൽ ദൈവത്തിൻ്റെ ആമേൻ എന്താണ് ഒരു മുദ്ര പതിപ്പിച്ചിട്ടില്ലാത്തവരെ മാത്രമേ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടുള്ളൂ എന്ന് ഈ ലോക്കസ്റ്റിനോട് ദൈവം കമാൻഡ് കൊടുക്കുന്നതായിട്ട് നമ്മളോട് കാണുന്നുണ്ട്. ആൻഡ് ഓൾസോ ദീസ് ലോക്കസ്റ്റ് ഹാവ് എ കിങ്. സോ ആക്ച്വലി ഇൻ പ്രോവേഴ്സ് ചാപ്റ്റർ 30 വേഴ്സ് 27, സദൃശവാക്യം 30-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ലോക്കസ്റ്റിന് എന്തില്ല? രാജാവില്ല. അതായത് വെട്ടിക്കിളികൾക്ക് രാജാവില്ലെന്നാണ് നമ്മളോട് വായിക്കുന്നത്. ലോക്കസ്റ്റ് ഹാവ് നോ കിങ് in Proverbs chapter 30 verse 27. But here in Revelation chapter 9 we see the locust which is mentioned here, they have a king. Okay, and also according to Joel chapter 1 verse 4, it's a locust is a symbol of destruction in the Old Testament. പഴയ നിയമത്തിൽ എപ്പോഴും ഒരു ഡിസ്ട്രക്ഷനെ കാണിക്കാൻ വേണ്ടിയാണ്, ഒരു സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ലോക്കസ്റ്റിനെ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ. Okay, so we are going to, I think last week I just told you about this one, the appearance of the locust, but at the same time we will see one more time, we will go through this portion. Let us read Revelation chapter 9 verses 7 to 9. Revelation chapter 9 verses 7 to 9. The locusts looked like horses prepared for battle. On their heads they wore something like crowns of gold, and their faces resembled human faces. Their hair was like women's hair, and their teeth were like lions' teeth.
They had breastplates like breastplates of iron, and the sound of their wings was like the thundering of many horses and chariots rushing into battle. They had tails and stings like scorpions, and in their tails they had power to torment people for 5 months. They had as king over them the angel of the abyss, whose name in Hebrew is Abaddon and in Greek is Apollon. The first woe is past, 2 other woes are yet to come. വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം, തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെ, മുഖം മനുഷ്യമുഖം പോലെയുമായിരുന്നു. സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്, പല്ല് സിംഹത്തിന്റെ പല്ല് പോലെയായിരുന്നു, ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്, ചിറകിന്റെ ഒച്ച പടയ്ക്ക് ഓടുന്ന അനേകം കുതിരത്തേരുകളുടെ ഒച്ച പോലെയായിരുന്നു, തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളുണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിപ്പാൻ അതിനുള്ള ശക്തി വാലിലായിരുന്നു. അഗാധദൂതൻ അതിന് രാജാവായിരുന്നു. അവന് എബ്രായ ഭാഷയിൽ അബദോൻ എന്നും യവന ഭാഷയിൽ അപ്പൊല്ലുവോൻ എന്നും പേർ. Okay, thank you. So the appearance of this locust is very clearly described in chapter 9 verses 7 to 9, and you can see the picture of that locust in the screen now. I think it's a clear picture, and you are able to see that in the screen very clearly. So you can have a look at the picture in the screen, and let's see that how does it look like in its appearance. അതെങ്ങനെ ഇരിക്കുന്ന ഒരു വെട്ടുക്കിളിയായിട്ടാണ് നമ്മൾ കാണുന്നത്. സാധാരണ വെട്ടുക്കിളികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമുക്കറിയാം അതിൻ്റെ അപ്പിയറൻസ് എങ്ങനെയാണ്, അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്. ഓക്കെ, ബട്ട് ഇത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരിക്കുന്ന ഒരു ലോക്കസ്റ്റ് ആയിട്ട്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെട്ടുക്കിളിയായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഹിയർ വി റീഡ് അബൌട്ട് ദീസ് ലോക്കസ്റ്റ് ദാറ്റ് ദ ലോക്കസ്റ്റ് ആർ ലൈക്ക് ഹോഴ്സസ് പ്രിപ്പയർഡ് ഫോർ ബാറ്റിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒരു വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ചതായിരിക്കുന്ന കുതിരയ്ക്ക് സമമായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുകയാണ്. വെട്ടുക്കിളിയെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന പിക്ചറൈസ് ചെയ്താൽ ഇങ്ങനെയാണ് കാണുന്നത്, യുദ്ധത്തിന് വേണ്ടി ചമയിച്ചൊരുക്കിയതായിരിക്കുന്ന ഒരു കുതിരയെ പോലെ. സോ ഹിയർ ദ ലോക്കസ്റ്റ് ആർ ലൈക്ക് ദ ഹോഴ്സസ് പ്രിപ്പയർഡ് ഫോർ എ ബാറ്റിൽ. സോ ദേ ആർ റെഡി for a battle and they are already prepared. The horses are ready for the battle. Just like that, the locusts are getting ready for a battle. And also on their heads there were crowns of something like gold. അതായത് തലയിൽ പൊൻകിരീടം വെച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന ആമേൻ ലോക്കസ്റ്റിനെയാണ് യോഹന്നാൻ കാണുന്നത്. തലയിൽ പൊൻകിരീടം വെച്ചതായിരിക്കുന്ന ലോക്കസ്റ്റ്. And also their faces are like men. Their faces are like men. അതായത് മുഖം മനുഷ്യമുഖം പോലെ ആയിരുന്നു. മുഖം മനുഷ്യമുഖം പോലെ ആയിരുന്നു. And also next one, their hair is like the hair of woman. സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. And finally we see that their teeth like the teeth of lions. അതായത് പല്ല് സിംഹത്തിൻ്റെ പല്ല് പോലെ ആയിരുന്നു എന്നാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. And we will go to the next slide, which is continuation of the locust. The continuation of the locust. Yeah, there you can see that they had a breastplates of iron. അവർക്ക് എന്തുണ്ട്? ഇരുമ്പ് കവചം പോലെയുള്ളതായിരിക്കുന്ന കവചം അവർക്കുള്ളതായിട്ട് നമ്മളവിടെ വായിക്കുകയാണ്. these locusts had a breastplates of iron. അയൺ കൊണ്ടുണ്ടാക്കിയ, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതായിരിക്കുന്ന ഒരു കവചം പോലൊരു കവചം അവരുടെ അടുക്കലിരിക്കുന്നു. And also it is written, the sound of their wings was like sound of chariots എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The sound of their wings, അവരുടെ ചിറകുകളുടെ ഒച്ച എങ്ങനെയാണ്? പടയ്ക്ക് വേണ്ടി ഓടുന്നതായിരിക്കുന്ന അനേകം കുതിരകളുടെ ഒച്ച പോലെയായിരുന്നു അവരുടെ ശബ്ദം. The sound of their wings was like the sound of chariots. ഒരു വലിയ കുതിരപ്പട പോകാൻ തുടങ്ങുന്നത് പോലെ, കുതിര ഒരു വലിയ തേര് പോകുന്നത് പോലെ, ചാരിയറ്റ്സ് ഒക്കെ ഇങ്ങനെ മുൻപോട്ട് ഒരു യുദ്ധത്തിന് വേണ്ടി പോകുന്നത് പോലെ എപ്പോൾ സൗണ്ട് ഉണ്ടാകുന്നു അതേ സൗണ്ട് ഉണ്ടാക്കുന്നതായിരിക്കുന്ന ഒരു ശബ്ദമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ചിറകിൻ്റെ ഒച്ച എങ്ങനെയായിരുന്നു? പടയ്ക്ക് വേണ്ടി ഓടുന്നതായിരിക്കുന്ന അനേകം കുതിരകളുടെ ഒച്ച പോലെയായിരുന്നു. അതാണ് പറഞ്ഞത്, സൗണ്ട് ഓഫ് ദെയർ വിങ്സ് വാസ് ലൈക്ക് സൗണ്ട് ഓഫ് ചാരിയറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. And also we read about that the locust, they had the tails like scorpions. അതാണ് തേളിനൊക്കെ ഉള്ളതുപോലെയുള്ളതായിരിക്കുന്ന വിഷമുള്ള വാല്
അതിനുണ്ടായിരുന്നു. ദേ ഹാഡ് ടെയിൽസ് ലൈക്ക് സ്കോർപ്പിയൻസ്, തേളിനുള്ളത് പോലുള്ളതായിരിക്കുന്ന വിഷമുള്ള വാല് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. ആൻഡ് ഓൾസോ ഇൻ ചാപ്റ്റർ 9 വേഴ്സ് 11 നമ്മൾ വായിക്കുന്നുണ്ട്, അഗാധദൂതൻ അതിന് രാജാവായിരുന്നു. അവന് എബ്രായ ഭാഷയിൽ അബദ്ധോൻ എന്നും യവന ഭാഷയിൽ അപ്പൊല്ലുവോൻ എന്നും പേര് കൊടുത്തിരിക്കുന്നു. ഓക്കെ, അവിടെ കാണുന്നത് about the king of locust. There is a king for the locust. അവിടെ ഈ വെട്ടുക്കിളികൾക്കൊരു രാജാവുണ്ട് എന്നാണ് കാണുന്നത്. Okay, so the king of the demons or demonic locust is called Abaddon in Hebrew and Apollyon in Greek. ഈ അഗാധദൂതന് ഒരു രാജാവുണ്ട്, അഗാധദൂതൻ അതിന് രാജാവായിട്ടിരിക്കുകയാണ്, ലോക്കസ്റ്റിന്റെ രാജാവായിട്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ അവന് പേര് കൊടുത്തിരിക്കുന്നത് എബ്രായ ഭാഷയിൽ അബദ്ധോൻ എന്നും യവന ഭാഷയിൽ അപ്പൊല്ലുവൻ എന്നുമാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, the king of the demonic locust is called Abaddon in Hebrew language, but at the same time the king of the demonic locust is known as Apollyon in Greek language. And in the same verse, this king is also known as the angel of the bottomless pit. അതായത് ഇതേ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതൊരു ഏഞ്ചൽ ഓഫ് ദി ബോട്ടംലെസ് പിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിൻ്റെ മറ്റൊരു പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് എങ്ങനെയാണ്, ഒരു ഏഞ്ചലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഏഞ്ചലാണ്. എന്താണ്? ഈ അഗാധകൂപത്തിൻ്റെ ഒരു ഏഞ്ചലായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. ഒരു ഏഞ്ചൽ ഓഫ് ദി അബ്യസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അഗാധകൂപത്തിൻ്റെ ബോട്ടംലെസ് പിറ്റിൻ്റെ ഒരു ദൂതനായിട്ട് നമുക്കതിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ലെറ്റ് us see in the Bible, abyss or the bottomless pit is always pictured as a dark space, or it is pictured as a spiritual prison where the most chaotic, wicked, fallen angels are chained. നമുക്കത് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ബൈബിൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ഈ ബോട്ടംലെസ് പിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഗാധ കൂപം എന്ന് പറയുന്നത് ഒരു ഡാർക്കസ്റ്റ് ആയിട്ടുള്ള സ്ഥലമായിട്ടാണ് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ പ്രിസൺ ആണിത്, ഒരു സ്പിരിച്വൽ പ്രിസൺ ആണ്. അതുപോലെ തന്നെ ഒരു കയോട്ടിക് ആയിട്ടുള്ളതായിരിക്കുന്ന അനുഭവമാണ് ആ ബോട്ടംലെസ് പിറ്റിനകത്തുള്ളത്. മാത്രമല്ല, അവിടെ കിടക്കുന്നവരെ ചെയിൻ ചെയ്തു വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ടവരായിട്ട് കിടക്കുന്നു. അവിടെ കിടക്കുന്നത് ആരാണ്? ദുഷ്ടന്മാരായ ഫോളൻ ഏഞ്ചൽസിനെയാണ്, അല്ലെങ്കിൽ വീഴ്ച സംഭവിച്ചതായിരിക്കുന്ന ദൂതന്മാരെയാണ് അവിടെ ചെയിൻ ചെയ്തിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ബന്ധിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അബ്യസിനെ കുറിച്ച് പഠിക്കുമ്പോൾ. ബട്ട് ഹിയർ അപ്പോസ്റ്റൽ പോൾ purposefully mentions the entity's name in 2 languages to emphasize a universal truth. അതായത് ഒരു സാർവലൗകികമായിരിക്കുന്ന സത്യം വെളിപ്പെടുത്താൻ വേണ്ടി അപ്പോസ്തലനായ യോഹന്നാന് അതിനെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. വളരെ ഉദ്ദേശത്തോടു കൂടെ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ആ എൻറ്റിറ്റിയുടെ നെയിം പറഞ്ഞിരിക്കുന്നത് 2 ലാംഗ്വേജിലാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, അന്നത്തെ 2 languages which was prominent on those days was Hebrew language and Greek language. Okay, and we need to know what is the purpose that Apostle John is mentioning about the name of the angel, or the name of the king, in 2 languages. The purpose is both languages, the Hebrew language and the Greek language, is highlighting that this entity represents a global threat of complete ruin affecting both Jews and Gentile alike. ഇപ്പം യഹൂദന്മാരോടുള്ള ബന്ധത്തിലാണെങ്കിലും ജാതികളാണെങ്കിലും ഇവർക്ക് 2 പേർക്കും ഈ എൻറ്റിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്ന ഉടനെ, അല്ലെങ്കിൽ ആ എൻറ്റിറ്റിയെക്കുറിച്ച് 2 ലാംഗ്വേജിലും രേഖപ്പെടുത്തി എഴുതി കൊടുക്കുമ്പോൾ, ആ എൻറ്റിറ്റി അല്ലെങ്കിൽ ആ അസ്തിത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം, ഇത് അവർക്ക് ത്രെട്ടാണ്. 2 കൂട്ടർക്കും ത്രെട്ടാണ്. ജെൻറ്റൈൽസിനാണെങ്കിലും ജൂവിഷ് പീപ്പിളിനാണെങ്കിലും ഇതൊരു ത്രെട്ടാണ്. എന്തിൻ്റെ ത്രെട്ടാണെന്നറിയാമോ? ഇറ്റ്സ് എ കംപ്ലീറ്റ് റൂയിൻ. ഒരു വലിയ സർവനാശം സംഭവിക്കാൻ പോകുന്നു. ആർക്ക്? യഹൂദന്മാർക്കും ജാതികൾക്കും. വിശ്വസിക്കാത്തവർക്ക് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ കർത്താവിനെ ആശ്രയിക്കാത്തവർക്ക് ഇതൊരു വലിയ പ്രയാസമായിട്ട് മാറുമെന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ആയിരിക്കണം ഒരു പക്ഷേ 2 ലാംഗ്വേജിലും ഇത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം, even in the midst of all these things, as God's people, we can be thankful to God, because Jesus Christ is always holding the keys of hell and the death, according to Revelation chapter
1 verse 18. Because in Revelation chapter 1 verse 18 നമ്മൾ വായിക്കുന്നുണ്ട് എന്താണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നു, ഈ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. സോ that is one of the reason that even though these things are going to happen on this earth, ഈ ഭൂമിയിൽ ഇതെല്ലാം സംഭവിച്ചാലും, as we are the children of God, as we are the God's people, we can be thankful to God because our Lord Jesus Christ is holding the keys of hell and the death, because he has the authority to put somebody into the death or into hell, and he has authority to deliver the people from the hell or the death. So this is one of the important point that we need to understand, and we need to make a conviction and confirmation that our Lord Jesus Christ, whom we received as our personal Savior, നമ്മുടെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്കിത് ഓർത്ത് ഭാരപ്പെടേണ്ട കാര്യമില്ല. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന എന്താണ്, ഗ്രേറ്റ് ട്രിബുലേഷൻ്റെ സമയത്താണ്. ആ ഗ്രേറ്റ് ട്രിബുലേഷൻ്റെ സമയത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കണം നമ്മളിവിടെ ഉണ്ടാകത്തില്ല. എന്നാൽ അതേസമയം നാം മറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം, whereas God gives us the key of bottomless pit to a demonic power, അല്ലേ? അപ്പം അവിടെ അതാണ് കാണാൻ സാധിക്കുന്നത്. ദൈവം ഈ ബോട്ടംലെസ് പിറ്റിൻ്റെ അല്ലെങ്കിൽ അബ്യസിൻ്റെ ചാവി കൊടുക്കുന്നത്, താക്കോല് കൊടുക്കുന്നത് ആർക്കാണ്? ഒരു ഡിമോണിക് പവറിനാണ്. ആൻഡ് ഓൾസോ ഗോഡ് ഗിവ്സ് a temporary permission to torture the unbelieving world during the time of great tribulation, just for 5 months എന്ന് അവിടെ ഇരിക്കുന്നു. എന്താണ്? 5 മാസത്തേക്ക് ഈ ജനത്തെ പീഡിപ്പിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഡ്യൂറിങ് ദ ടൈം ഓഫ് ഗ്രേറ്റ് ട്രിബുലേഷനിൽ പീഡിപ്പിക്കാനുള്ള പെർമിഷൻ, അത് ടെമ്പററി പെർമിഷനാണ് കൊടുത്തിരിക്കുന്നത്. വെറും 5 മാസത്തേക്ക് മാത്രം. അതിൽ കൂടുതൽ നീട്ടാനായിട്ട് അവർക്ക് പെർമിഷൻ ഇല്ല. So we need to understand God gives the key of bottomless pit to the demonic power, and also he gives a temporary permission to torture the unbelieving world during the great tribulation just for 5 months. Okay, and also as we read these verses and we see the different types of appearance of the locust, അല്ലേ? നമ്മളിപ്പം ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു പക്ഷിയുടെ അല്ലെങ്കിൽ വെട്ടിക്കിളിയുടെ അപ്പിയറൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ട് ആകപ്പാടെ പേടിച്ചിരിക്കുകയാണ്, വളരെ വിഷമിച്ചിരിക്കുകയാണ്. അയ്യോ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ലെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുക. Okay, but as we go through these verses and as we study about the different types of appearances of the locust, we need to know how severe will be the persecution that which is going to happen during the time of great tribulation. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത്. ആ മഹോപദ്രവ സമയത്ത്, ആ 7 വർഷത്തെ മഹോപദ്രവ സമയത്ത് എത്ര സിവിയർ ആയിട്ടുള്ളതായിരിക്കുന്ന ഒരു പെർസിക്യൂഷൻ ആയിരിക്കും സൈറ്റാനിക് ആർമി ഈ ലോകത്തിൽ വെളിപ്പെടുത്താനായിട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. എസ്പെഷ്യലി ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഗ്രേറ്റ് ട്രിബുലേഷൻ ഓർ the last 3.5 years of great tribulation will be far worse than the first half. അപ്പം ഈ ആദ്യത്തെ 3.5 വർഷത്തെക്കാളും ഏറ്റവും കഠിനമായിരിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായിരിക്കും മഹോപദ്രവകാലത്തിൻ്റെ അവസാനത്തെ 3.5 വർഷം എന്ന് പറയുന്നത്. അത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. വളരെ വേഴ്സ് ആയിരിക്കും. ഓക്കെ, ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ ഗ്രേറ്റ് ട്രിബുലേഷൻ or the last 3.5 years of the great tribulation will be far worse than the first half, because there's a reason for that. Because Satan will know that he has only a little more time to do his evil practices on the earth before the Lord pronounces a final sentence on him. He know that God is going to pronounce the final sentence for the Satan also. There is a time that God will pronounce it. But he also knew that, okay, before God pronounces the final sentence on Satan, that he is having only a little more time to practice his evil things on the earth. So that's the reason. എന്താണ് ആ ഒരു കാരണം കൊണ്ട് അവനത് അറിയാവുന്നത് കൊണ്ട് താൻ എന്ത് ചെയ്യും? കിട്ടിയ അധികാരം ഉപയോഗിച്ച് എത്രത്തോളം അന്നത്തെ ജനത്തെ ഉപദ്രവിക്കാൻ സാധിക്കുമോ അത്രത്തോളം ശക്തമായിട്ട് അന്നുള്ളതായിരിക്കുന്ന ജനത്തെ ഉപദ്രവിക്കുന്നതായിട്ടാണ് നമുക്കിവിടുന്ന് വെളിപ്പെട്ട് കാണാൻ കൊണ്ട് സാധിക്കുന്നത്. ആൻഡ് ഓൾസോ
Already we read in chapter 9 verse 10 എന്താണ്, തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളും അതിനുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. തേളിനുള്ളതുപോലെ വിഷമുള്ള വാല്. That means these locusts had the tails like scorpions. The tails like scorpions. Okay, so when we read in that way in that particular verse, that will help us to understand the seriousness of the torturing of Antichrist during the Great Tribulation. So I believe, when Apostle John was watching this vision, he was seeing different appearances of this locust. അല്ലേ, ഈ വെട്ടുക്കിളിയുടെ തന്നെ വ്യത്യസ്തമായിരിക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന കാഴ്ചകളാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കുന്ന അപ്പിയറൻസസ് ആണ് താൻ ആ വിഷനിൽ കാണുന്നത്. പക്ഷെ അതങ്ങനെ തന്നെ എഴുതി വെക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? നമുക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന നാം മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കണം, എത്രത്തോളം സീരിയസ് ആയിട്ടുള്ളതായിരിക്കുന്ന ടോർച്ചറിങ് ആയിരിക്കും ആൻറ്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ ദി ആർമി ഓഫ് സേറ്റൻ or the army of demonic powers going to do during the Great Tribulation. എത്ര ശക്തമായിട്ടായിരിക്കും, എത്ര സീരിയസ് ആയിട്ടായിരിക്കും ടോർച്ചർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കും അങ്ങനെ എഴുതിയിരിക്കുന്നത്. Normally we know about the effect of the poison of an ordinary scorpion. നമുക്കറിയാം ഒരു തേളിൻ്റെ ആ വിഷത്തിൻ്റെ ശക്തി, അല്ലെങ്കിൽ തേള് കുത്തുന്ന സമയത്ത് ഉണ്ടാകുന്നതായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന വേദനയെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, നോർമലി അറിയാം. ഓക്കെ, ഐ ഹേർഡ് ദ പോയിസൺ ഓഫ് സ്കോർപ്പിയൻ വിൽ അഫക്റ്റ് വെരി ബാഡ്ലി ദ നെർവസ് സിസ്റ്റം ഓഫ് എ മാൻ എന്നാണ് വായിച്ചിരിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ നെർവസ് സിസ്റ്റത്തെ പോലും ഒരു തേള് കുത്തിക്കഴിഞ്ഞാൽ ആ നെർവസ് സിസ്റ്റത്തെ പോലും എഫക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണെന്നാണ്. അത്രയ്ക്കും വേദനാജനകമായിരിക്കുന്നതായിരിക്കും ഇതിൻ്റെ ഉപദ്രവം എന്നുള്ളത് നമുക്ക് നോർമലി അറിയാവുന്ന കാര്യമാണ്. Okay, and also it will cause him to feel like his whole body is set on fire. അതായത് ഒരു തീയുടെ മുകളിൽ ആ ഒരു വ്യക്തിയുടെ ശരീരം വെച്ചാൽ എത്രത്തോളം പുകയുമോ, എത്രത്തോളം ബേൺ ആകുമോ, തീക്കട്ടയുടെ മുകളിൽ വെച്ചിരിക്കുന്ന ഒരു ശരീരം പോലെ ഉള്ളൊരു വേദനയായിരിക്കും ഈ സ്കോർപ്പിയൻ ടച്ച് ചെയ്താൽ അല്ലെങ്കിൽ കുത്തിയാൽ എന്നുള്ളത് നമുക്ക് നോർമലി അറിയാം. സോ യു ക്യാൻ ഇമാജിൻ ഹൗ മച്ച് മോർ സിവിയർ it will be when Antichrist attacks the people in the form of a locust with the tail of scorpion. അപ്പോൾ ആ സ്കോർപ്പിയൻ്റെ വാലിൽ തേളിൻ്റെ വാല് പോലെയുള്ളതായിരിക്കുന്നു, വാല് കൊണ്ടാണല്ലോ അത് കുത്തുന്നത്, തേള് കുത്തുന്നത്. ആ തേളിൻ്റെ വാല് പോലെയുള്ളതായിരിക്കുന്ന ശക്തിയുള്ള പോയിസനാണ് ഈ ലോക്കസ്റ്റിന് കൊടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് അവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഈവൻ വി നോ ദാറ്റ് ദീസ് ഈവൽ സ്പിരിറ്റ്സ് ഹാവ് ബീൻ ഇംപ്രിസൺഡ് ഫോർ എ ലോങ് ടൈം ആൻഡ് നൗ ദേ ആർ റിലീസ്ഡ് ഫ്രം ദി ബോട്ടംലെസ് പിറ്റ് ടു കോസ് മോർ പെയിൻ ഓൺ ദി അൺബിലീവിംഗ് വേൾഡ്. അപ്പോൾ നമുക്കറിയാം ആ സമയം വരെയും ഒരു പക്ഷേ ഈ ഈവിൾ സ്പിരിറ്റിനെ, ഈ സൈറ്റാനിക് ആർമിയെ അടച്ചിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഇംപ്രിസൺഡ്, ഒരു ജയിലിനകത്ത് അടച്ചിട്ടിരിക്കുന്ന പോലെ അടച്ചിട്ടിരിക്കുകയാണ്. ഫോർ എ ലോങ് ടൈമാണ്, കുറേ നാളത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. ബട്ട് നൗ വി അണ്ടർസ്റ്റാൻഡ്, വെൻ വി റീഡ് Revelation chapter 9, God will open and God will release those powers and God will release that evil spirit from the bottomless pit to cause more pain on the unbelieving world. അത് നിമിത്തം എന്ത് ചെയ്യും? വളരെ ശക്തമായ പെയിൻഫുൾ ആയിട്ടുള്ളതായിരിക്കുന്ന ഉപദ്രവങ്ങൾ ആ സമയത്ത് ജീവിച്ചിരിക്കുന്നതായ ആളുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് അവിടുന്ന് കാണാൻ തക്കവണ്ണം സാധിക്കുന്നത്. We will go to the next slide. Yes. So the other day somebody was asking me a question that based on chapter 9 verse 6 of book of Revelation, can you read that verse one more time? Chapter 9 verse 6. During those days, men will seek death, but will not find it. They will long to die, but death will elude them. ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും, മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ചാപ്റ്റർ 9 വേഴ്സ് 6. എന്താണ്? ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും, മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. അല്ലേ? ആൻഡ് ഇൻ ദോസ് ഡേയ്സ് മെൻ വിൽ സീക്ക് ഡെത്ത് ആൻഡ് വിൽ നോട്ട് ഫൈൻഡ് ഇറ്റ്. ദേ വിൽ ലോങ് ടു ഡൈ and death will flee from them. Okay,
So somebody asked me a question like, it is written in this way in this particular verse, but at the same time we learned there will be many martyrs during the Great Tribulation period. Okay, അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. എന്താണ്? In those days people will seek death and will not find it. They will long for death, but death will flee from them. ഇതാണല്ലോ ചാപ്റ്റർ 9 വേഴ്സ് 6 എഴുതിയിരിക്കുന്നത്. അപ്പോൾ അന്ന് ആരും മരിക്കില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മരണം ആഗ്രഹിച്ചാലും മരിക്കില്ല. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചത് ഗ്രേറ്റ് ട്രിബുലേഷൻ ടൈമിൽ എന്തുണ്ടാകും? മരണമുണ്ടാകും, അനേകർ മരിക്കും, അനേകർ രക്തസാക്ഷികളാകും എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. Okay, so what is the reason for that? Okay, so I'm trying to give you the answer for that. That means we see a contradiction here. അല്ലേ? എന്താണ്? അന്ന് ആ സമയത്ത് ഗ്രേറ്റ് ട്രിബുലേഷൻ സമയത്ത് കുറേ പേര് മരിക്കുമെന്നും പറയുന്നുണ്ട് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പറയുന്നുണ്ട് ആർക്കും മരിക്കാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എന്ത് കോൺട്രഡിക്ഷനാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് ചോദിച്ചിരിക്കുന്നത്. അതിന് ആൻസർ ചെയ്യാൻ പറയാം. ലെറ്റ് മീ ട്രൈ ടു ക്ലാരിഫൈ ദാറ്റ് ഡൗട്ട്. We should know one thing, but at the first glance, this seems contradictory because in some other portions of the book of Revelation, many people die during the Great Tribulation, but at the same time, in this portion, we read there is nobody can die. Nobody will be able to die. Okay? For example, in Revelation chapter 6 verse 8, can you read, Andy? Revelation chapter 6 verse 8. Yeah. Revelation 6 verse 8. I looked, and there before me was a pale horse. Its rider was named Death, and Hades was following close behind him. They were given power over a fourth of the earth to kill by sword, famine, and plague, and by the wild beasts of the earth. Okay, so there it is written that a fourth of the earth was given over to the death. അല്ലേ? അപ്പം അവിടെ വായിച്ചിരിക്കുന്നത് മരണം സംഭവിക്കുമെന്നാണ് 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചിരിക്കുന്നത്. മരണം സംഭവിക്കുന്ന ഒരു സമയമാണ് ഗ്രേറ്റ് ട്രിബുലേഷൻ ടൈം. At the same time in Revelation chapter 7 verse 14 also, 7 verse 14. I answered, Sir, you know. And he said, These are they who have come out of the great tribulation. They have washed their robes and made them white in the blood of the Lamb. മലയാളത്തിൽ കൂടെ വായിച്ചാണ് സിസ്റ്റർ. 7:14. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഇവർ മഹാകഷ്ടത്തിൽ നിന്നും വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ അവർ അങ്കി കഴുകി വെളുപ്പിച്ചിരിക്കുന്നു. അപ്പോൾ മഹാകഷ്ടത്തിൽ നിന്നും വന്നവർ, ദീസ് ആർ ദ വൺസ് ഹു കംസ് ഔട്ട് ഓഫ് ദ ഗ്രേറ്റ് ട്രിബുലേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മഹാകഷ്ടത്തിൽ നിന്നും വന്നവരാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഗ്രേറ്റ് ട്രിബുലേഷൻ സമയത്ത് മാറ്റിടം വരിച്ചതായിരിക്കുന്ന, അല്ലെങ്കിൽ ഗ്രേറ്റ് ട്രിബുലേഷൻ സമയത്ത് രക്തസാക്ഷിത്വം വരിച്ചതായിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ട്? ഗ്രേറ്റ് ട്രിബുലേഷൻ ടൈമിൽ മരണമുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ഇൻ റെവലേഷൻ ചാപ്റ്റർ 20 verse 4. I saw thrones on which were seated those who have been given authority to judge. And I saw the souls of those who had been beheaded because of their testimony for Jesus and because of the word of God. They had not worshipped the beast or his image and had not received his mark on their foreheads or their hands. They came to life and reigned with Christ 1,000 years. Okay. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിലിരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരിക്കുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരിക്കുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ചു. Thank you. Okay, but Revelation chapter 20 verse 4 says, John says that I saw the souls of those who had been beheaded for their witnesses to Jesus. യേശുക്രിസ്തുവിനെ അവർ സാക്ഷിച്ച നിമിത്തം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് വേണ്ടി നിലനിന്ന നിമിത്തമായിട്ട് ബിഹെഡഡ് ആയിരിക്കുന്ന, തലഛേദിക്കപ്പെട്ടവരായിരിക്കുന്ന കുറേ പേരുടെ സോൾസ് ഞാൻ കാണുന്നു എന്ന് പറയുമ്പോൾ ഈ സമയത്തൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? മരണം സംഭവിക്കുന്നുണ്ട്. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, how can the people seek death and not find it according to chapter 9 verse 6? അതായത് എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും ആ കാലത്ത് മനുഷ്യർ മരണം അന്വേഷിക്കും, അവർ കാണുകയില്ലതാനും, മരിക്കാനായിട്ട് കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും എന്നെങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും മുൻപ് നമ്മൾ വായിച്ച വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ? Okay, the answer is
Revelation chapter 9 verse 6 is referring to a specific judgment. It is not the entire tribulation. First of all, we need to understand that. ഇതാണ് 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യം റെഫർ ചെയ്തിരിക്കുന്നത് ഒരു സ്പെസിഫിക് ജഡ്ജ്മെൻറ്റിനെ കുറിച്ചാണ്. അതായത് ഈ സമയത്ത് നടക്കാൻ പോകുന്ന ചാപ്റ്റർ 9-ൽ സംഭവിക്കാൻ പോകുന്ന 5-ാമത്തെ ദൂതൻ ഊതിക്കഴിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ അവിടെ സംഭവിക്കാൻ പോകുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ലിമിറ്റഡ് ടൈമിലേക്കുള്ളതായിരിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സോ chapter 9 verse 6 is referring to a specific judgment. It is not the judgment for the entire tribulation. We know the entire tribulation will be longing to it is extended to 7 years. 7 വർഷത്തേക്കാണ് ആ മഹോപദ്രവം നടക്കുന്നത്. പക്ഷെ അതിനകത്ത് തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളതായിരിക്കുന്ന ടൈം കൊടുത്തിരിക്കുകയാണ്. ഇറ്റ് ഈസ് സ്പെസിഫിക്കലി റിട്ടൺ, ഇറ്റ് ഈസ് ഫോർ 5 months. It is for 5 months. The locust or the tail of the scorpion got the authority to torture the unbelieving world for 5 months. 5 മാസത്തേക്ക് ഉപദ്രവിക്കാനുള്ളതായിരിക്കുന്ന സമയം കൊടുത്തിരിക്കുന്നത്. So we need to understand this is a particular or specific judgment which is going to happen on the people. Okay, so it is not the entire tribulation. And also we already learned that the context of this verse is the 5th trumpet judgment. ഏതാണ് 5-ാമത്തെ ദൂതൻ ഊതുമ്പോഴാണ്, 5-ാമത്തെ കാഹളം ഊതുമ്പോൾ നടക്കുന്ന സംഭവമായിട്ടാണ് ഇതിൻ്റെ കോണ്ടക്സ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഇൻ Revelation chapter 9 verses 1 to 5 we read John sees demonic locust like beings released from the abyss or bottomless pit. എന്താണ് 9-ാം അധ്യായത്തിൽ 1 തൊട്ട് 5 വരെ വായിക്കുമ്പോൾ ഈ അഗാധ കൂപത്തിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട് ഇങ്ങോട്ട് ശക്തമായിട്ട് വരുന്നതായിരിക്കുന്ന അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് അടച്ചു പൂട്ടിയിട്ടിരുന്ന ഒരു കൂട്ടം സ്പിരിറ്റ്സ്, ഒരു കൂട്ടം സൈറ്റാനിക് ആർമി അവിടെ നിന്ന് ഇരച്ചു കയറി പുറത്തേക്ക് റിലീസ് ചെയ്തപ്പോൾ വരുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് ദീസ് ലോക്കസ്റ്റ് ഓർ ദീസ് ആർമി ഈസ് കമാൻഡഡ് നോട്ട് ടു കിൽ ദം ബട്ട് ടു ടോർമെന്റ് ദം ഫോർ 5 months. അല്ലേ, 4-ാം വാക്യത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ പറയും, തെറ്റിൽ ദൈവത്തിൻ്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്ക് മാത്രമേ നിങ്ങൾ എഫക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഭൂമിയിലെ പുല്ലിനെയോ പച്ചയായ യാതൊന്നിനെയോ യാതൊരു വൃക്ഷത്തെയോ കേടുവരുത്താൻ നിങ്ങൾക്ക് അനുവാദമില്ല. നോട്ട് ടു കിൽ ദം, നോട്ട് ടു കിൽ ദ പീപ്പിൾ. ദീസ് ആർമി cannot kill the people those days but to torment them for 5 months. That means they can torment or they can torture the people like anything, but they cannot kill anyone on those days when God is sending the punishment, the judgment, the judgment during the time of Great Tribulation. This is a limited time. Okay, for 5 months it is written. So let's understand in this way that during this specific judgment there will be intense suffering happens. വളരെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളതായിരിക്കുന്ന സഫറിങ്സ് ഈ സമയത്ത്, ഈ സ്പെസിഫിക് ജഡ്ജ്മെൻറ്റിൻ്റെ സമയത്ത്, ഈ 9-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഉണ്ടാകും. ദെൻ പീപ്പിൾ വിൽ ഡിസയർ ഡെത്ത് ബട്ട് നോ വൺ വിൽ ബി ഏബിൾ ടു ഡൈ ഡ്യൂറിങ് ദി സ്പെസിഫിക് ജഡ്ജ്മെൻറ്റ്. ഓക്കെ, സോ പ്രത്യേകിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ്. Okay, this verse does not mean that nobody dies anywhere on the earth, but it means that those people suffering under this particular plague cannot escape through death. Okay, so the sufferers, the suffering people will wish to die because of unbearable agony. ഒരു സഹിക്കാൻ കഴിയാത്ത വേദനയായിരിക്കും ആ സമയത്ത് ആളുകൾക്കുണ്ടാകുന്നത്. ബട്ട് ഗോഡ് ടെമ്പററിലി withholds death from them. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണെന്നറിയാമോ, അവരൊത്തിരി ആഗ്രഹിക്കും. എന്താണ്, മരിച്ചാൽ മതിയായിരുന്നു എന്ന് ആ സമയത്ത് ആഗ്രഹിക്കും. പക്ഷേ ദൈവം എന്ത് ചെയ്യും, തൽക്കാലത്തേക്ക് ഈ മരണം എന്നുള്ള സംഭവം അവിടെ നിൽക്കാൻ പറയും. ആരും മരിക്കണ്ട, എത്ര അവർ കഷ്ടപ്പെട്ടാലും ഇപ്പം തൽക്കാലത്തേക്ക് മരിക്കണ്ട എന്ന് പറഞ്ഞ് അവർ ജീവിച്ചിരിക്കുന്ന ഒരു സമയം തന്നെ ആയിരിക്കും. ആ സമയത്തായിരിക്കും ഈ കുത്തുണ്ടാകുന്നത്. ബട്ട് വി നോ in the other places it is mentioned that during the tribulation many people still die through war, famine, other trumpet judgments, bowl judgments, and martyrdom will happen. So we need to understand at the same time there are many people dying
ആൻഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റ്, ഈ പ്രത്യേകമായിരിക്കുന്ന ഈ ജഡ്ജ്മെൻ്റ് സമയത്ത് ആരും മരിക്കാനായിട്ട് അവർക്ക് സാധിക്കത്തില്ല. സോ നൗ യു മേ ആസ്ക് മീ അനദർ ക്വസ്റ്റ്യൻ, വൈ വുഡ് ഗാഡ് പ്രിവെൻറ്റ് ഡെത്ത്? എന്തുകൊണ്ടാണ് ദൈവം ഈ മരണത്തെ ആ സമയത്ത് തടഞ്ഞു വെക്കുന്നത്? ആ സമയത്ത് ആരും മരിക്കാൻ ഒക്കത്തില്ലെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? We need to understand there is a reason, because this judgment demonstrates God's sovereignty. ദൈവത്തിൻ്റെ പരമാധികാരത്തെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതായിരിക്കുന്ന ഒരു ജഡ്ജ്മെൻ്റ് ആയിരിക്കും ഈ 9-ാം അധ്യായത്തിലെ ജഡ്ജ്മെൻറ്റ്. Okay, this judgment is going to be the demonstration of God's sovereignty. ദൈവത്തിൻ്റെ പരമാധികാരത്തെ കാണിക്കുന്ന, വെളിപ്പെടുത്തുന്ന ഒന്നായിട്ട് മാറാൻ പോവുകയാണ്. ലൈക്ക് പീപ്പിൾ ഹു റിജക്റ്റഡ് ഗോഡ്സ് ഗ്രേസ് must now experience the consequences of rebellion. അനുസരണക്കേട് കാണിച്ച് ദൈവത്തിൽ വിശ്വസിക്കാതെ അല്ലെങ്കിൽ കർത്താവ് അവർക്ക് കൊടുത്ത കൃപയെ അവർ സ്വീകരിക്കാതെ ഇരുന്നതായ ആൾക്കാർ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ കോൺസിക്വൻസസ്, ഇതിൻ്റെ പരിണിത ഫലം അവർ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇൻസ്റ്റെഡ് ഓഫ് ഇമ്മീഡിയറ്റ് ഡെത്ത്, ഗോഡ് അലൗസ് പ്രൊലോങ്ഡ് സഫറിങ്. ഓക്കെ, അപ്പം പെട്ടെന്ന് മരിക്കാൻ അവർ ആഗ്രഹിക്കും. അയ്യോ, ഇത്രയും കഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് ഒക്കത്തില്ല, പക്ഷെ ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു, ഇത്രയും കഷ്ടത, ഇത്രയും വേദന ഞങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഞങ്ങളങ്ങ് മരിച്ചു പോയായിരുന്നെങ്കിൽ ഇത് അനുഭവിക്കേണ്ടി വരത്തില്ലോ എന്ന് ഇവർ ചിന്തിക്കും. പക്ഷേ there is no immediate death. Okay, but we believe that God will allow prolonged suffering. ദീർഘനാളത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് അതികഠിനമായിരിക്കുന്ന പ്രയാസങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടതായിട്ട് വരുമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, if you go to the book of Exodus, പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും, God could have destroyed Pharaoh immediately. അല്ലേ, പെട്ടെന്ന് ഫറവോനെയും അവൻ്റെ കൂട്ടരെയും നശിപ്പിച്ച് കളയാനായിട്ട് ദൈവത്തിന് കഴിയുമായിരുന്നു. Then why God was sending the plagues upon them one by one? ഒന്നിന് പുറകെ ഒന്നായിട്ട് എന്തുകൊണ്ടാണ് ദൈവം ഫറവോൻ്റെ മേലും അല്ലെങ്കിൽ ഈജിപ്ഷ്യൻസിൻ്റെ മേലും ഈ ബാധകളെ അയച്ചുകൊണ്ടേയിരുന്നത്? എന്തിനാണ് വെയിറ്റ് ചെയ്തത്? He allowed a kind of progressive judgment to reveal his power and sovereignty. പതുക്കെ ഈ ദൈവത്തിൻ്റെ ശക്തിയുടെ അല്ലെങ്കിൽ ന്യായവിധിയുടെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് അവരെ അറിയിക്കാൻ വേണ്ടിയാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ ജഡ്ജ്മെൻറ്റ് ഈജിപ്ഷ്യൻ്റെ മേൽ ദൈവം അയച്ചുകൊണ്ടിരുന്നത്. കാരണം അത്രയും നാളും these Egyptians were, and Pharaoh and Egyptians were torturing the people of Israel. That was one of the reasons that God wanted to tell them. God could have destroyed Pharaoh and the Egyptians immediately. പെട്ടെന്ന് അവരെ നശിപ്പിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല കർത്താവ് ചെയ്തത്. God was allowing a kind of progressive judgment to reveal his power and his sovereignty. So see, actually today no one like to die. അല്ലേ, നമ്മൾ ആരും അങ്ങനെ പെട്ടെന്ന് മരിക്കണമെന്നൊന്നും ആഗ്രഹിക്കുന്നവരാരും കാര്യമായിട്ടില്ല. നമ്മൾ ചിലപ്പോൾ പറയും, മരിച്ചാൽ മതിയായിരുന്നൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും അവരുടെ അകത്തെന്താ ചിന്തിക്കുന്നറിയോ? അയ്യോ, മരിക്കല്ലേ, ഒരു ദിവസം കൂടെ ജീവിച്ചിരുന്നാൽ കൊള്ളായിരുന്നു. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ കൊണ്ടുപോയി എത്ര അസുഖം വന്നാലും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുന്നു, വെന്റിലേറ്ററിൽ ഇടുന്നു, ഇത്രയും ദിവസം കൂടെ നിൽക്കാൻ പറ്റും, അത്രയും കൂടെ ജീവിക്കട്ടെ എന്ന് വിചാരിക്കും. നമ്മളെല്ലാം അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ്. ഓക്കെ, നോബഡി ലൈക്ക് ടു ഡൈ because we don't think that death is a blessing. മരണം എന്ന് പറയുന്ന ഒരു വലിയ അനുഗ്രഹമൊന്നും ആയിട്ടൊന്നും ഇന്ന് ആരും കരുതുന്നില്ല. പക്ഷെ ബൈബിൾ പറയുന്നുണ്ട്, മരിക്കുന്ന ലാഭം നഷ്ടമല്ലെന്ന് പറയുന്ന പൗലോസൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മരണം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഇതൊരു ബ്ലെസ്സിങ് ഒന്നും അല്ല, ഒരു ബ്ലെസ്സിങ് അല്ലെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ബട്ട് ഡ്യൂറിങ് ദിസ് പെർട്ടിക്കുലർ ജഡ്ജ്മെന്റ് വി റീഡ് there they will seek death എന്നാണ് വായിച്ചിരിക്കുന്നത്. ആൻഡ് ദേ വിൽ ലോങ് ടു ഡൈ എന്ന് വായിച്ചിരിക്കുന്നത്. കാരണം മരണത്തെ അവരെന്ത് ചെയ്യും? അന്വേഷിക്കും. പക്ഷെ അവർക്ക് മരിക്കാൻ കഴിയില്ല. മരിക്കാനായിട്ട് അവർ കൊതിക്കും. എൻ്റെ പൊന്നെ, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ, മരിക്കാൻ വേണ്ടി കൊതിക്കുന്ന ആൾക്കാരുണ്ടോ? ബട്ട് ഇറ്റ് വിൽ ഹാപ്പൻ ഡ്യൂറിങ് ദ ഗ്രേറ്റ് ട്രിബുലേഷൻ, എസ്പെഷ്യലി വെൻ ഗോഡ് ഈസ് സെൻഡിങ് ദ ജഡ്ജ്മെന്റ്സ് അപ്പോൺ ദ അൺബിലീവിംഗ് വേൾഡ്, വിച്ച് ഈസ് റിട്ടൺ ഇൻ ചാപ്റ്റർ 9, Revelation chapter 9. That is going to happen. Those people will seek death. മരണത്തെ അന്വേഷിച്ചുകൊണ്ട് നടക്കും, എങ്ങനെയും മരിക്കാൻ നടക്കും. വിൽ ലോങ് ടു ഡൈ, മരിക്കാനായിട്ട് അവർ കൊതിക്കുക. എന്തെല്ലാം കാര്യത്തിൽ നമ്മൾ കൊതിക്കാറുണ്ട്, പക്ഷെ മരിക്കാൻ വേണ്ടി കൊതിക്കുന്ന ഒരു കൂട്ടം ആളുകളെ അന്ന് നമ്മൾ കാണും. Can you imagine a time when people seeking death or loving to die എന്ന് പറയാൻ വേണമെങ്കിൽ മരിക്കാൻ വേണ്ടി മരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന, മരണത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്.
So that much severe will be the tribulation, and that is the meaning of that. At the same time, chapter 9 verses 5 and 10. Okay, let's read those verses also. Chapter 9 verses 5 and 10. അവനെ കൊല്ലുവാനല്ല 5 മാസം ദണ്ഡിപ്പിപ്പാനത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളുമുണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിപ്പാൻ അതിനുള്ള ശക്തി വാലിലായിരുന്നു. They had tails and stings like scorpions, and in their tails they had power to torment people for 5 months. And 10 also. And Verse 10. ada 9, 10 alle. Chapter 9 verses 5. It's okay. And Genesis already വായിച്ചല്ലോ മലയാളത്തിൽ. Okay, so it says that chapter 9 verse 5 and also 9 verse 10. Okay, no problem. They were not given authority to kill them. അല്ലേ, അങ്ങനെ നമ്മൾ ഓൾറെഡി വായിച്ചു കഴിഞ്ഞാണ്. എന്താണ്? They were not given authority to kill them, but to torment them for 5 months എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ആരെയും കൊല്ലാനായിട്ടുള്ള പെർമിഷൻ അവർക്ക് അന്ന് കൊടുത്തിട്ടില്ല. പിന്നെ എന്ത് ചെയ്യാം? അവരെ ഉപദ്രവിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര? 5 മാസത്തേക്ക് ഉപദ്രവിക്കാനാണ് ഈ ലോക്കസ്റ്റിന് ദൈവം കമാൻഡ് കൊടുത്തിരിക്കുന്നത്. Why it is particularly written 5 months? It is believed that the lifespan of locust is 5 months. ഈ ഒരു ലോക്കസ്റ്റിൻ്റെ ഒക്കെ ഒരു ജീവിതകാലം എന്ന് പറയുന്നത് 5 മാസത്തേക്ക് മാത്രമേ ജീവിച്ചിരിക്കത്തുള്ളെന്നാണ് സയൻസ് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം, ഒരു പക്ഷേ ഉറപ്പല്ല, അതുകൊണ്ടായിരിക്കാം that may be the reason the torment through the locust mentioned here is for 5 months. Okay, so these are the things going to happen when the 5th trumpet is blown, and we cannot do more detailed study on these things, and even that is not necessary also, because we won't be there during this desolation, during this great tribulation. Okay, so in the next slide we are going to see the second dissolution for the satanic army. We already studied about the first dissolution from the satanic army, and now we are just very quickly we will go through that portion. You can read in English and Malayalam. Chapter 9 verses 13 through 21. It's a long passage, but at the same time we will just read that, and if possible we will learn few things. Otherwise we will pray and close the class. Yeah. The 6th angel sounded his trumpet, and I heard a voice coming from the horns of the golden altar that is before God. It said to the 6th angel who had the trumpet, "Release the 4 angels who are bound at the great river Euphrates." And the 4 angels who had been kept ready for this very hour and day and month and year were released to kill 1/3 of mankind. The number of the mounted troops were 200 million. I heard their number. The horses and riders I saw in my vision looked like this. Their breastplates were fiery red, dark blue, and yellow as sulfur. The head of the horses resembles the heads of lions, and out of their mouths came fire, smoke, and sulfur. 1/3 of mankind was killed by the 3 plagues of fire, smoke, and sulfur that came out of their mouths. The power of the horses were in their mouths and in their tails, for their tails were like snakes, having heads with which they inflict injury. The rest of mankind that were not killed by these plagues still did not repent of the work of their hands. They did not stop worshipping demons and idols of gold, silver, bronze, stone, and wood, idols that cannot see or hear or walk, nor did they repent of their murders, their magic arts, their sexual immorality, or their thefts. 6ാമത്തെ ദൂതൻ ഊതി. അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള 6ാം ദൂതനോട്, യുഫ്രത്തോസ് എന്ന മഹാനദീ തീരത്ത് ബന്ധിച്ചിരുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്നയാണ്ട്, മാസം, ദിവസം, നാഴികയ്ക്ക് ഒരുങ്ങിയിരുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. ഞാൻ കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ, അവർക്ക് തീ നിറവും രക്തനീലവും
ഗന്ധകവർണവുമായ കവചവും ഉണ്ടായിരുന്നു. കുതിരകളുടെ തല സിംഹങ്ങളുടെ തല പോലെയായിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 1/3 മരിച്ചുപോയി. കുതിരകളുടെ ശക്തി വാലിലുമായിരുന്നു. വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതും ആയിരുന്നു. ഇവയാൽ അത്രേ കേടുവരുത്തുന്നത്. ഈ ബാധകളാൽ മരിച്ചു പോകാത്ത ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്ന്, വെള്ളി, ചെമ്പ്, കല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. Okay, I know that this portion is not that easy to understand, but we will try to understand it even in the next class. Okay, especially let me conclude by saying this. In chapter 9 verse 13 we read, then the 6th angel sounded, and I heard a voice from the 4 horns of the golden altar which is before God. എന്താണ് അവിടെ വായിച്ചിരിക്കുന്ന? 6ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ദൈവസന്നിധിയിലെ സ്വർണ്ണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം കാഹളമുള്ള 6ാം ദൂതനോട്. So this is the 6th trumpet. Okay, when the 6th trumpet was blown, 4 angels who were bound at the great river of the Euphrates were released എന്നാ വായിച്ചിരിക്കുന്നത്. And the appearance of those 4 angels is symbolized here like an army of horsemen. Okay, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വ്യക്തമായിട്ട് നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ദാറ്റ് ആർമി ഈസ് കൗണ്ടഡ് ആസ് 200 million. Okay, so we will be studying about this in the next class only. So we are going to close our class with this now, because it says it's a vast subject, so we won't be able to complete that portion today. So let us pray in the presence of God, because this also is talking about the second desolation from the satanic army, because Revelation chapter 9 verses 13 through 21, and that also going to be a severe persecution for all the people, those who will be on the earth on those days of great tribulation. ആ സമയങ്ങളിൽ ഈ ഭൂമിയിലുള്ളതായിരിക്കുന്ന എല്ലാ മനുഷ്യരുടെ മേലും വരാൻ പോകുന്നതായിരിക്കുന്ന അതികഠിനമായിരിക്കുന്ന മറ്റൊരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ദൈവം അനുവദിച്ചാൽ നമുക്ക് അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ഈ വാക്കുകളോടുകൂടെ ഈ ക്ലാസ് ഞാൻ ഇന്ന് രാത്രി അവസാനിപ്പിക്കുന്നു.